പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ 6th ചാപ്റ്ററാണ്, കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേര് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 85 അവിടെ ഒരു ഫിഗർ 6.1, അതായത് ഒരു കിച്ചണിലെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലെ കുറേ പാത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. You must be familiar with the different kitchen utensils. What are the common material used to make utensils for cooking? അതായത് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. നിങ്ങൾ അടുക്കളയിൽ കുറേ പല ടൈപ്പ് പാത്രങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതിലേതൊക്കെ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അലൂമിനിയം, അയേൺ, സ്റ്റീൽ, കോപ്പർ അല്ലേ? അതായത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വസ്തുക്കൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ലെറ്റ് us do an activity. Take some water in a flat bowl, place a wooden ladle and a steel ladle in it and let it boil. അതായത് നമ്മളൊരു പാത്രത്തിലൊരു ഫ്ലാറ്റ് ബൗളിലൊരു വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക? ഒരു വുഡൻ ലാഡിൽ, അതായത് മരത്തിൻ്റെ ഒരു തവി, നമ്മൾ കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തവി, അതേപോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ തവി യൂസ് ചെയ്യുക. ദെൻ അതിന് ശേഷം ഈ വാട്ടർ ബോയിൽ ചെയ്യാനാണ് പറയുന്നത്. ടച്ച് ദ ലാഡിൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഈസ് ഹോട്ടർ, വൈ ഈസ് ടു സോ. അതിന് ശേഷം വാട്ടർ ബോയിൽ ചെയ്തതിന് ശേഷം 2 ലാഡിൽ നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുക. അപ്പോൾ ഏതിനായിരിക്കും ചൂടുണ്ടാവുക? നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലേ? ദ സ്റ്റീൽ സ്പൂൺ ഈസ് മോർ ഹോട്ട് ബിക്കോസ് സ്റ്റീൽ കണ്ടക്ട് ഹീറ്റ്. അതായത് ഏതായിരിക്കും? മരത്തടിയേക്കാളും ഏറ്റവും കൂടുതൽ ചൂടാവേത സ്റ്റീലായിരിക്കും, സ്റ്റീൽ പാത്രമായിരിക്കും. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീല് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാവുന്ന ആ ചൂട് ആ പാത്രത്തിൽ വെള്ളം തിളക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൂണിലേക്ക് എന്ത് ചെയ്യും? ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ സ്പൂണ് തൊടുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മളെ കൈയും ചൂടാവും. ദെൻ വാട്ട് ആർ യു വാണ്ട് അഗെയിൻസ്റ്റ് ഹാൻഡ്ലിങ് അയൺ ലൈക്ക് ഒബ്ജക്ട്സ് ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്താ, ജനൽ കമ്പിയിലൊന്നും തൊടരുത് എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എൻ്റെ റീസൺ ആയിട്ട് വരുന്നത്, മിന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജാണ് നടക്കുക. അതായത് ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ഇലക്ട്രിക് ഡിസ്ചാർജ് ഹാപ്പൻസ് ഡ്യൂറിങ് ലൈറ്റ്നിങ്. മെറ്റൽസ് ലൈക്ക് അയൺ കണ്ടക്ട് ഇലക്ട്രിസിറ്റി വെൽ. അതായത് എന്ത് ചെയ്യുക? ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അയൺ പോലെയുള്ള മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഒരു ഇലക്ട്രിക് ഷോക്കിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അയൺ പോലെയുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ജനൽ കമ്പിയിലൊന്നും തൊടരുത് എന്ന് പറയുന്നത്, ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ എബോവ് സിറ്റുവേഷൻ. ഇനി ഇവിടെ ഇതേപോലെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ കുറേ മെറ്റൽസും കുറേ ഒബ്ജക്റ്റും അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ. നമ്മൾ മെറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. ഓൾറെഡി മെറ്റലിൻ്റെ ചില പ്രോപ്പർട്ടീസ്, മെറ്റൽ എന്താണെന്ന്, മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് 8th ക്ലാസ്സിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുക. അപ്പോൾ ഫിഗറിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിളിൽ ഒരു ഹാമറിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുക, ഹാമർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹാർഡ്നെസ് ആണ്. നല്ല ഹാർഡായതുകൊണ്ടല്ലേ നമ്മൾ ഹാമറൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണിയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താ? ഒരു പാത്രം അടുപ്പിൽ വെച്ചതാണ് അല്ലേ? സ്റ്റൗവിൽ വെച്ച് കത്തിക്കുന്ന ഒരു പാത്രം ചൂടാക്കുന്ന ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുപ്പ് കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പാത്രവും ചൂടാവും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അതായത് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? മെറ്റലിനുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? പോസ്റ്റിലെ, അതായത് ഇലക്ട്രിക് ലൈൻസിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റുന്നത്, മെറ്റലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഓർണമെൻറ്റ്സിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഷൈനിങ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും, നല്ല തിളക്കം ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് അതായത് മണി കൊടുത്തിട്ടുണ്ട്, ബെല്ലിൻ്റെയൊക്കെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി സൊണോറിറ്റിയാണ്. സൊണോറിറ്റിയെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. കാരണം നമ്മൾ ഒരു സ്കൂളൊക്കെ ബെല്ലടിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇലക്ട്രിക് ബെല്ലാണല്ലോ, നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ആ ബെല്ലടിക്കുന്ന സമയത്ത് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുമല്ലോ. മണ്ണിൻ്റെ പാത്രത്തിലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണ്ണിൽ കല്ലിലൊക്കെയാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ചെറിയ സൗണ്ടല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സൊണോറിറ്റിയാണ്.
ദെൻ ഇത്രയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പേജിൽ പറയാനുണ്ട്. വാട്ട് ആർ അതർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെറ്റൽ ഫെമിലിയർ ടു യു? അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. Then metals like iron, copper, gold, silver and aluminum are familiar to us because they are widely used in everyday life. നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണല്ലേ അയൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കൃഷി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. കോപ്പർ ഇതേപോലെ ഇലക്ട്രിക് വയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾഡും സിൽവറും നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ അലൂമിനിയം കിച്ചൺ യൂട്ടൻസിൽസ് ഉണ്ടാക്കാനൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റൽസാണ് ഇതൊക്കെ. വാട്ട് ആർ ദി അതർ മെറ്റൽസ് ഫെമിലിയർ ടു യു? നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് മെറ്റൽസിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. ദെൻ ഇവിടെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹൈലൈറ്റിംഗ് ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽ. അതായത് നമ്മൾ മെറ്റൽസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു, അത് വെച്ചിട്ട് മെറ്റലിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാനാണ് പറയുന്നത്. ഡിഫൈൻ മെറ്റൽസ്. അപ്പോൾ നമുക്ക് പറയാം, മെറ്റൽസ് ആർ ജനറലി സോളിഡ് സബ്സ്റ്റൻസസ് ഷോയിങ് ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതായത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് വെച്ച് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനോ ഡെഫിനേഷൻ കൊടുക്കുകയാണ്. അതായത് നല്ല തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുമുള്ള സോളിഡ് സബ്സ്റ്റൻസ് ആണ് എന്ത് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് എന്തും കൂടെ പറയാം. മെറ്റൽസ് ഹാർഡ്നെസ് ഉണ്ട്, അതേപോലെ ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്. ഈ ഒരു ടൈപ്പ് സബ്സ്റ്റൻസിനെയൊക്കെയാണ് നമ്മൾ കോമൺലി എന്ത് പറയുക, മെറ്റൽസ് എന്ന് പറയാം. ഷൈനിങ് എന്നുള്ളതിന് നമുക്ക് മറ്റൊരു വേർഡും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ, ലെസ്ട്രസ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. മെറ്റലിൻ്റെ ഇതുവരെ പഠിച്ചതിൽ നിന്നും കുറച്ചും കൂടെ എക്സ്ട്രാ പ്രോപ്പർട്ടീസ് നോക്കുകയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് പറയുന്നത് മാലിയബിലിറ്റി. ഹാവ് എ ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബ്ലാക്ക് സ്മിത്ത് ഡൂയിങ്? വാട്ട് ചേഞ്ചസ് ഒക്കർ വെൻ എ പീസ് ഓഫ് മെറ്റൽ ഈസ് ഹാമർ ബ്ലോൺ? അല്ലേ, അതായത് ഒരു ബ്ലാക്ക് സ്മിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെറ്റൽസിനൊക്കെ അടിച്ച് പരത്തിയിട്ട് ഷേപ്പ് മാറ്റിയല്ലേ കുറേ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. കത്തി കൊടുവാളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ആ ചിത്രത്തിൽ. അപ്പോൾ നമ്മൾ മെറ്റലിനെ ഹാമർ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇത് തിൻ ഷീറ്റായിട്ട് മാറും അല്ലേ, കട്ടി കുറഞ്ഞ ഷീറ്റുകളായിട്ട് മാറും. സ്ട്രൈക്ക് ആൻ അലൂമിനിയം വയർ വിത്ത് എ ഹാമർ ഇൻ ദ സെയിം മാനർ. ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു അലൂമിനിയം വയർ എടുത്തിട്ട് ഹാമർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയാം, ഫ്ലാറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹാവിൻ യു സീൻ അലൂമിനിയം ഫോയിൽ വിച്ച് ഈസ് യൂസ്ഡ് ടു റാപ്പ് ടാബ്ലറ്റ് ആൻഡ് ഫുഡ് മെറ്റീരിയൽ? നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ളതായിരിക്കില്ലേ, നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ തൊലിയിൽ അതേപോലെ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും ഫുഡ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഫുഡ് കവർ ചെയ്ത് കൊണ്ടുവരുന്ന അലൂമിനിയം ഫോയിലാണ്. അതായത് തിൻ ഷീറ്റ്, പേപ്പർ പോലെ നൈസായിട്ടുള്ള ഷീറ്റുകളാണ് അല്ലേ, തിരയെ കനം കുറഞ്ഞ ഷീറ്റായിട്ട് മാറും. ഇതും നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന അതേ അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയ ഷീറ്റാണ്. അപ്പോൾ അല്ലേ, എത്രയും വ്യത്യാസം തോന്നുന്നില്ല നിങ്ങൾക്ക്? വിച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദിസ് കേസ്? അതേപോലെ നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ഗുളികേൻ്റെ പാക്കറ്റ് കൊടുത്തത് കണ്ടോ, ആ പാക്കറ്റിലൊക്കെ നമ്മളൊരു ഗുളിക കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അതിൻ്റെ കവറിങ് ഉണ്ടാക്കാറില്ലേ. ഇത് നമുക്കിവിടെ പഠിക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനറലി മെറ്റൽസ് ക്യാൻ ബി ഹാമേഡ് ആൻഡ് ഫ്ലാറ്റൻഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. ദിസ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. മെറ്റലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാമർ ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റും. ഹാമർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അടിച്ചു പരത്തി കനം കുറഞ്ഞ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. However, it is not possible to hammer all metals into thin sheet in the same manner. മെറ്റൽസിനെല്ലാം മാലിയബിലിറ്റി ഉണ്ട്, മെറ്റൽസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഓരോ മെറ്റലും ഓരോ എക്സ്റ്റെൻറ്റിലാണ്. എല്ലാ മെറ്റലിനെയും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷീറ്റാക്കി മാറ്റാൻ കഴിയില്ല. ഓൾ മെറ്റൽസ് ആർ നോട്ട് മാലിയബിൾ ടു ദ സെയിം എക്സ്റ്റെൻറ്റ്. അപ്പോൾ മെറ്റലിൻ്റെ നാച്ചുറലിനനുസരിച്ച് എന്തായിരിക്കും, ഈ മാലിയബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഡിഫറൻ്റ് ആയിരിക്കും. എല്ലാ മെറ്റൽസിനും എന്ത് ചെയ്യുക, മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം എക്സ്റ്റെൻറ്റിലല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട, വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ മെറ്റലാണ് ഇത്, ഗോൾഡ്. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ യൂട്ടിലൈസിങ് ദ മാലിയബിലിറ്റി ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ മാലിയബിലിറ്റി യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിളാണ്. ഒരു പോയിൻ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ടു മേക്ക് റൂഫിംഗ് ഓഫ് ബിൽഡിങ്സിൻ്റെ റൂഫുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അലമാരകളൊക്കെ ഉണ്ടാക്കൂലേ, അലമാരകളൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, തിൻ ഷീറ്റാക്കി മാറ്റിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ദെൻ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആർ യൂസ്ഡ് അല്ലേ, നമ്മൾ ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, തിന്നായിട്ടുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഗോൾഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ച് പരത്തിയിട്ട് എന്ത് ചെയ്യുക, തിൻ ഷീറ്റാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നൈസായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ മെറ്റലിൻ്റെ ഈ ഒരു ഗോൾഡിൻ്റെ ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ മാലിയബിലിറ്റി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹാമർ ചെയ്തിട്ട് ഫ്ലാറ്റാക്കി മാറ്റാൻ പറ്റും, ഫ്ലാറ്റാക്കി തിൻ ഷീറ്റാക്കി മാറ്റാൻ കഴിയുന്ന ആ ഒരു പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുക, മാലിയബിലിറ്റി എന്ന് പറയുക.
ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഡക്റ്റിലിറ്റി. ടെക്സ്റ്റ് ബുക്കിലൊരു ഫിഗർ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ടൈപ്പ് ബൾബ്? അല്ലേ, ആദ്യ കാലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ബൾബാണ് ഫിലമെൻറ്റ് ബൾബ് എന്ന് പറയും. ഇതിൽ എന്ത് ചെയ്യുക, ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിൻ്റെ ഭൂരിഭാഗവും എന്ത് ചെയ്തിട്ട് ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് LED ബൾബുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൾബിനുള്ളിൽ ഒരു ഫിലമെൻ്റ് ഉണ്ട്. ആ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. വളരെ നൈസായിട്ടുള്ള ഒരു ഫിലമെൻ്റാണിത്. Filament of the bulb given in the figure is made of വെരി തിൻ വയേഴ്സ് ഓഫ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൻ്റെ വളരെ തിന്നായിട്ടുള്ള വയർ യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഫിലമെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. മെറ്റൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിച്ചു നീട്ടി ചെറിയ കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയും. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. അപ്പോൾ മെറ്റൽസിനെ നമുക്ക് വലിച്ചു നീട്ടി തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുക, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസ് ലൈക്ക് ഗോൾഡ് ആൻഡ് കോപ്പർ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വെരി ഫൈൻ വയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാലിബിലിറ്റി ഏറ്റവും കൂടിയത് ഗോൾഡാണ്. അതേപോലെ തന്നെ ഗോൾഡിനെയും കോപ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തിൻ വയറാക്കി മാറ്റാൻ പറ്റും. ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ള രണ്ട് മെറ്റലാണ് ഇത്, ഗോൾഡും പ്ലാറ്റിനവും. നിങ്ങൾ ഇതേപോലെ ഇലക്ട്രിക് വയർ അല്ലേ, ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിൻ്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വയർ കാണാം. നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് അത് കോപ്പർ വയറാണ്. ആ കോപ്പർ വയറിനെ അത്രത്തോളം തിന്നായിട്ട് നൈസായിട്ടുള്ള വയറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ആ കോപ്പറിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൂടുതലുള്ളത് കൊണ്ടാണ് കോപ്പറിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുന്നത്, തിൻ വയേഴ്സാക്കി മാറ്റാൻ പറ്റുന്നത്. There are a lot of situations where ductility of metal is utilized. List a few of them. അതായത് നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ സിറ്റുവേഷനിൽ ഈ മെറ്റലിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് വയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ ഫിലമെൻറ്റ് ഓഫ് ബൾബ്, ദെൻ ഓർണമെൻറ്റ്സ് അല്ലേ, ഗോൾഡ് ഓർണമെൻറ്റ്സും ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ഗോൾഡിന് ഇത്രയും റേറ്റ് കൂടിയ സമയത്ത് നിങ്ങൾ അല്ലേ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാക്കുക. വളരെ തിന്നായിട്ട് നൈസായിട്ടുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ തൂക്കത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഈ ഗോൾഡിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓൾറെഡി നമ്മൾ ജസ്റ്റ് ആ പേരൊന്ന് ഡിസ്കസ് ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 6.5. അവിടെ 4 ബാറ്ററി, ആ ബാറ്ററി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്ത് ചെയ്യുക, PQ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ചില ഒബ്ജക്റ്റുകൾ മാറി മാറി വെച്ച് നോക്കുക ചെയ്യുന്നത്. അതേപോലെ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അമ്മീറ്റർ. അതിൽ റീഡിങ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും അവിടെയുള്ള അമ്മീറ്റർ റീഡിങ് ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ ബൾബ് കത്തുന്നുണ്ടോ ഇല്ലേ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾ സർക്യൂട്ടൊക്കെ ചെറിയ ക്ലാസ്സിൽ അല്ലേ, സെവൻത്തിലൊക്കെ ചെറിയ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു ടേബിൾ 6.2 കുറേ ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കോളത്തിൽ ബൾബ് ഗ്ലോസ് ഓർ ഡസ് നോട്ട് ഗ്ലോ, ബൾബ് കത്തുന്നുണ്ടോ ഇല്ലയെന്ന്. അടുത്തത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഓർ നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്കറിയാം ബൾബ് ഗ്ലോ ചെയ്യുകയാണെങ്കിൽ അതൊരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ഒബ്ജക്റ്റാണ്, എന്തൊക്കെ റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എ ഫോൾഡഡ് പീസ് ഓഫ് പേപ്പർ അല്ലേ, ഒരു പേപ്പറിൻ്റെ ചുരുട്ടിയൊരു പീസ്. ദെൻ അത് നമ്മൾ ഈ PQ എന്ന് പറഞ്ഞ പൊസിഷനിൽ വെച്ച് നോക്കുന്ന സമയത്ത് ബൾബ് എന്ത് ചെയ്യുന്നില്ല, കത്തുന്നില്ല, ഡസ് നോട്ട് ഗ്ലോ. സോ നമുക്ക് പറയാം നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ എ പീസ് ഓഫ് പ്ലാസ്റ്റിക് സ്കെയിൽ ഓർ റൂളർ, ഒരു പീസ് ഓഫ് പ്ലാസ്റ്റിക് സ്കെയിലാണ് അവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ബൾബ് ഡസ് നോട്ട് ഗ്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ എ പീസ് ഓഫ് റേസർ ബ്ലേഡ്, നമ്മളൊരു ബ്ലേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബൾബ് ഗ്ലോസ് അല്ലേ, ബൾബ് കത്തു. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് എ ഫൈൻ അയേൺ വയർ, ഒരു ഇരുമ്പിൻ്റെ വയർ യൂസ് ചെയ്യാം. ദെൻ ബൾബ് ഗ്ലോസ്, ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ അലൂമിനിയം വയർ, അവിടെ എന്താണ് റിസൾട്ട് ഉണ്ടാവുക, ബൾബ് ഗ്ലോസ്, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ നമ്മളൊരു പെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ബൾബ് ഗ്ലോസ്. അതിന് കാരണം പെൻസിലിനുള്ളിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്, അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ അയേൺ നെയിൽ, നമ്മളൊരു ഇരുമ്പാണിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ബൾബ് ഗ്ലോസ്, ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദെൻ എ പീസ് ഓഫ് വുഡ് അല്ലേ, നമ്മളൊരു മരത്തിൻ്റെ ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഗ്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അവിടെ 3 കോളം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനാണ്, നിങ്ങൾക്ക് എന്ത് വെച്ച് ചെയ്ത് നോക്കാം. വിച്ച് എമംഗ് ദീസ് ഒബ്ജക്റ്റ് മേഡ് ദ ബൾബ് ഗ്ലോ, ഈ താഴെ തന്നിട്ടുള്ളതിൽ ബൾബ് കത്താൻ സഹായിക്കുന്ന ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്, അയേൺ, അലൂമിനിയം, ബ്ലേഡ് അല്ലേ, നെയിൽ ആണ്. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ബൾബ് കത്തുന്നത്, അയൺ വയറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. ആർ ദ മെറ്റൽസ് ഓർ നോൺ മെറ്റൽസ്, അപ്പോൾ ഇത് മെറ്റലാണോ അല്ലെങ്കിൽ നോൺ മെറ്റലാണോ? സോ ദേ ആർ മെറ്റൽസ്.
വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്? ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഓൾ മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബട്ട് ഓൾ ദി മെറ്റൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ടു ദ സെയിം എക്സ്റ്റെൻറ്റ്. അതായത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മീറ്റർ റീഡിങ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക, ബൾബ് കത്തുന്ന സമയത്ത് അമ്മീറ്ററിൽ റീഡിങ് കാണിക്കും. പക്ഷേ ഓരോ എക്സ്പെരിമെൻറ്റ് ഓരോ ഒബ്ജക്റ്റ് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന അമ്മീറ്റർ റീഡിങ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം, ഒരേ അളവിലല്ല ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ഒബ്ജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. then നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഒരു ഒബ്ജക്റ്റിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള അബിലിറ്റിക്കാണ് എന്ത് പറയുന്നത്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിൽവർ ഇസ് എ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് ദ മെറ്റൽസ്. ഇവിടെയൊക്കെ വൺ വേർഡ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സിൽവർ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. അപ്പോൾ സിൽവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റൽസ് സച്ച് ആസ് സിൽവർ, കോപ്പർ, ഗോൾഡ് ആൻഡ് അലൂമിനിയം ഡിക്രീസസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഇതൊരു ഡിക്രീസിങ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിൽവർ, ദെൻ കോപ്പർ, ദെൻ ഗോൾഡ് ആൻഡ് അലൂമിനിയം. തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറവാണ് ഇതിന്, അലൂമിനിയത്തിന്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ വയറിംഗ്? നമ്മൾ സാധാരണയായി വീട്ടിൽ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, കോപ്പറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള ആ വയർ, പച്ച, നീല, മഞ്ഞൊക്കെ കളറിൽ പല കളറിലുള്ള വയേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ നൈസായിട്ടുള്ള കോപ്പർ വയേഴ്സാണ് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് ലൈൻസ് ഫോർ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി? അതായത് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അലൂമിനിയം. വൈ ഈസ് സിൽവർ നോട്ട് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്? എന്തുകൊണ്ടാണ് സിൽവർ ഈ പർപ്പസിന് യൂസ് ചെയ്യാത്തത്? നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് സിൽവറാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സിൽവർ നമ്മൾ യൂസ് ചെയ്യാത്തത്? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ കോസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. അതായത് സിൽവറിന് ഏറ്റവും റേറ്റ് കൂടിയ, ബാക്കി മെറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുതൽ ഏതിനാണ്, സിൽവറിനാണ്. അപ്പോൾ സിൽവറിനേക്കാളും റേറ്റ് കുറവുള്ള കോപ്പറും അലൂമിനിയമാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഗോൾഡിനും സിൽവറിനും നല്ല റേറ്റ് ആണല്ലോ, റേറ്റ് കൂടുതലും. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും കോപ്പർ ആയതുകൊണ്ടാണ് നമ്മൾ സാധാ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെ കോപ്പർ യൂസ് ചെയ്യും. അതേപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൂമിനിയമാണ്. സോ അപ്പോൾ നമ്മൾ മെറ്റൽസിൻ്റെ കുറേ പ്രോപ്പർട്ടീസാണ് ഈ ക്ലാസ്സിൽ നോക്കിയത്. നമുക്ക് ഇനിയും കുറേ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദയവേദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.